കളർ ഫെയ്ഡിങ് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് തലവേദന ഉണ്ടാകുന്ന ഒരു സംഗതി കൊറോഷനാണ്. 2 സൗണ്ട് ഡാമിങ്ങിന്റെ ഇഷ്യൂ. മെറ്റൽ ചൂടാവുന്നുണ്ടെങ്കിൽ സറൗണ്ടിങ് ചൂടാവുന്നതായിരിക്കില്ല. മറ്റൊന്നാണ് ഇടിമിന്നൽ എന്നുള്ളത്. നിർബന്ധമായിട്ട് അത് എർത്ത് ചെയ്തിരിക്കണം. മെറ്റൽ റൂഫ് ഇട്ടുകൊണ്ട് ലൈറ്റിംഗ് എഫക്ട് ചെയ്തിട്ടില്ല. അതുപോലെ 15 വർഷമാണ് നമ്മൾ വാറണ്ടി ക്ലിയർ ചെയ്യുന്നത്. നമസ്കാരം. റൂഫിങ്ങിൻ്റെ ഒരുപാട് സാധ്യതകളെക്കുറിച്ച്, ഒരുപാട് പ്രൊഡക്റ്റുകളെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. പക്ഷേ അതിനകത്ത് നമ്മൾ പരിചയപ്പെടുത്താതെ വിട്ട ഒന്നുണ്ട്, ആണ് മെറ്റൽ റൂഫിങ്. മെറ്റൽ റൂഫിങ്ങിൽ നമ്മുടെ കേരളത്തിൻ്റെ പരിസ്ഥിതിക്കനുസരിച്ച്, കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കനുസരിച്ച്, എക്കണോമിക്ക് അനുസരിച്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് മെറ്റൽ റൂഫിംഗ് എന്ന് പറയുന്നത്. മെറ്റൽ റൂഫിങ്ങിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചപ്പോഴെല്ലാം തന്നെ അതിൻ്റെ ക്വാളിറ്റി ഒരു പ്രധാന പ്രശ്നമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ മഴ, വെയിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു വളരെ മികച്ച രീതിയിൽ മെറ്റൽ റൂഫിംഗ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിലാണ്. ആ പ്രസ്ഥാനത്തെ തന്നെ കാണിച്ച് എന്താണ് മെറ്റൽ റൂഫിംഗ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ലേ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് ഫൈസൽ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറയായിരുന്നു. മെറ്റൽ റൂഫിങ്. മെറ്റൽ റൂഫിങ്ങിനെ കുറിച്ച് ഒരുപാട്, അതായത് എക്കണോമിക്, നമ്മുടെ കേരള ക്ലൈമറ്റ് അനുസരിച്ച്, കേരളത്തിലെ ആൾക്കാരുടെ ഒരു എക്കണോമിക് അനുസരിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്കാരായിട്ട് അസോസിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. കണ്ണൂർ വരെ എത്താനായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നു. താങ്ക് യു ഫോർ കമ്മിങ്. എന്താണ് ഓക്സി റൂഫ്? ഓക്സി റൂഫ് എന്ന് പറയുന്നത് PPGL, അത് പ്രീ പെയിൻറ്റഡ് ഗാൽവാലിൻ കൊണ്ടുണ്ടാക്കുന്ന ഹയർ GSM, ഹയർ തിക്നെസ്സിൽ ഉണ്ടാക്കുന്ന കേരള ക്ലൈമറ്റിന് അനുയോജ്യമായിട്ട് ഉണ്ടാക്കിയൊരു സ്പെഷ്യലി ഡിസൈൻഡ് റൂഫിംഗ് ഷീറ്റാണ്. അതായത് PPGL എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ബാക്കിയുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ GI ആണ്. അത് പ്രീ പെയിൻറ്റഡ് ഗാൽവാൽ അയൺ ആണ്. അത് അയൺ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ഇതിൽ പ്രീ പെയിൻറ്റഡ് ഗാൽവാലിയാണ്. അതിൽ അലൂമിനിയം കണ്ടൻസ് കൂടുതലും, അതേസമയം അയൺ ഉള്ളതുകൊണ്ട് സ്ട്രെങ്ത്തും കിട്ടുന്നുണ്ട്. ഇത് കേരള ക്ലൈമറ്റിന് വളരെ അനുയോജ്യമായ സാധനമായതുകൊണ്ട് 15 വർഷത്തേക്ക് യാതൊരു കംപ്ലയിൻറ്റും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. 15 വർഷത്തേക്ക് കംപ്ലയിൻറ്റ്. അതായത് ക്വാളിറ്റിയാണ് നമ്മൾ കൂടുതലും മുൻഗണന കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മുടെ സാധാ ഇപ്പം മെറ്റൽ റൂഫിങ്, ഒരുപാട് മെറ്റൽ റൂഫിങ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേരളത്തിൽ തന്നെ. പേര് കേട്ടതും പേര് കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് മെറ്റൽ റൂഫിങ്സ്. നമ്മുടെ റൂഫിംഗ് ഷീറ്റുമായിട്ടുള്ള പ്രധാന പ്രത്യേകത എന്താണ്? നമ്മൾ റൂഫിംഗ് ഷീറ്റ് ആദ്യം പറഞ്ഞ പോലെ തന്നെ 150 GSM കോട്ടിംഗ് ഉള്ളതുകൊണ്ട് കേരളത്തിൽ 6 മാസം മഴയും 6 മാസം വെയിലുള്ള സമയത്ത് ഇത് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിമം ഒരു 15 വർഷം പോലും 15 വർഷം നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇതിൻ്റെ കോട്ടിങ്. രണ്ടാമത്തത്, ഈ മഴ സമയത്ത് കാറ്റുണ്ടാവും. കാറ്റിനെ തടുത്ത് നിർത്താൻ വേണ്ടിയിട്ട് 550 MPa സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കാറ്റും ഒരു സ്ഥലത്ത് കവറപ്പ് ചെയ്യുന്നുണ്ട്, കൊറോഷനും കവറപ്പ് ചെയ്യുന്നതുകൊണ്ട് ഓക്സി റൂഫ് എപ്പോഴും ഹയർ സൈഡിലുള്ളത്. മറ്റുള്ള എല്ലാ പ്രോഡക്റ്റുകൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദി ബെസ്റ്റ് പ്രോഡക്റ്റാണ് ഓക്സി റൂഫ് ഡെലിവർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിവിടെ പ്രോഡക്റ്റ് ഇരിക്കുന്നുണ്ടല്ലേ, നമുക്ക് അതിലോട്ടൊന്ന് പോയി നോക്കാം. സാർ, ഇതിൽ പ്രധാനമായിട്ടും ഇപ്പം നമുക്കിപ്പോൾ ഒരുപാട് കളേഴ്സ്, ഒരുപാട് ഡിസൈൻസ് ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പം നമ്മളിവിടെ 2 ഡിസൈൻസ് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. ഏതൊക്കെ കളറിൽ നമുക്ക് അവൈലബിൾ ആണ്? ഇത് ട്രഡീഷണൽ ബ്രിക്ക് റെഡ് കളറാണ്. ഇത് ട്രഡീഷണൽ കളറാണ്, കുറേ വർഷങ്ങളായിട്ടുള്ള കളറാണ്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് പോകുന്നതാണ് ഗ്രേ കളർ, കുറച്ചും കൂടി എന്താ പറയണ്ടേ, ആക്സെപ്റ്റഡ് കളറാണ്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ചോക്ലേറ്റ് ബ്രൗൺ വരുന്നുണ്ട്, പിന്നെ പെപ്സി ബ്ലൂ വരുന്നുണ്ട്, പിന്നെ ഓഫ് വൈറ്റ് കളറുണ്ട്, ഗ്രീൻ ഉണ്ട്, ഫോറസ്റ്റ് ഗ്രീൻ, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. അത് ചോയ്സ് ആണ്. വി ഹാവ് എവരി സ്റ്റോക്ക്. എല്ലാ തിക്നെസ്സിലും എല്ലാ കളറും നമ്മുടെ സ്റ്റോക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. സോ വി ആർ റെഡി ടു സെർവ് ടു എനി കസ്റ്റമർ അറ്റ് എനി ടൈം. ഇനി ഇതിൽ തന്നെ പ്രധാനമായിട്ടുള്ള ഇപ്പോൾ നമ്മളിവിടെ കണ്ട ഡിസൈൻസ്, ഇപ്പോൾ കളർ കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വരുന്ന ഡിസൈൻസ് ആണ്. ഒരുപാട് ഡിസൈൻസ് ഒരുപാട് കമ്പനീസ് നമുക്ക് അവൈലബിൾ ആക്കുന്നുണ്ട്. ഏതൊക്കെ ഡിസൈൻസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും? നമ്മളൊരു 3 ഡിസൈനാണ് ഉള്ളത്. ഒന്ന് ഒരു പ്രീമിയം ഡിസൈനായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ കേവ് കുറച്ചും കൂടി എന്താ പറയണ്ടേ, ഒരു സ്റ്റേബിളാണ് ഇതിൻ്റെ കേവ്. ഒരേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു 1000 ഷീറ്റ് ഒരേ കേവിൽ തന്നെ വരും. ആ മെഷീൻ അതിനൊക്കെ ഡിസൈൻ ചെയ്തതാണ്. പിന്നെ ഈ സാധനം എപ്പോഴും ഈ ഒരേ ലെവലിൽ തന്നെ സ്റ്റേബിളായി നിൽക്കുന്നതുകൊണ്ട് റൂഫിംഗ് ഷീറ്റിന് ഒരിക്കലും പൊന്തി നിൽക്കുകയോ താണു നിൽക്കുകയോ ചെയ്യാത്തതുകൊണ്ട് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മെഷീൻ സെലക്ഷൻ സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ മിനിമം 24 to 25 സ്റ്റേഷനുള്ള മെഷീനാണ്. അതുകൊണ്ട് ആ പ്രൊഡക്ഷൻ ശേഷം അതൊരു വേരിയേഷൻ ഇല്ലാത്ത പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഇതിനകത്തൊരു സൈസ്, അങ്ങനെ ഒരു സ്റ്റേബിൾ സൈസ്, തിക്നെസ് അങ്ങനെ ഒന്ന് പറയാനുണ്ടാവും? കോമൺ ആയിട്ട് ലൈൻ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. പിന്നെ സപ്ലൈ വിഡ്ത്ത് 1.1 മീറ്റർ, 1.15 മീറ്റർ ഉണ്ടാവാം. പക്ഷേ അത് ലൈൻ വിഡ്ത്താണ് നമ്മൾ കണക്കൂട്ടുന്നത് 1 മീറ്റർ. പിന്നെ ലെങ്ത്ത് എന്ന് പറയുന്നത് 8 feet അപ്പ് എനി സൈസ് സാധാരണ കസ്റ്റമർ സർവീസ് പ്രകാരം കൊടുക്കാറുണ്ട്. ഡീലർമാർ സാധാരണ സ്റ്റോക്ക് ചെയ്യുന്നത് 8 to
16 സാധാരണ സ്റ്റോക്ക് ചെയ്യാറ്. പക്ഷേ ചില സൈറ്റിൽ 15 വേണ്ട സമയത്ത് 15 ആവശ്യം ഉണ്ടാവാം, 24 ആവശ്യം ഉണ്ടാവും. അങ്ങനെ പലതും നമ്മൾ അതിനൊക്കെയായിട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോർത്ത് സൈഡിൽ കണ്ണൂരും അതേപോലെ തന്നെ സൗത്ത് സൈഡിൽ എറണാകുളം നമ്മൾ 2 യൂണിറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റമർ സപ്ലൈക്കും സപ്പോർട്ടിനും വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവിടെ സ്റ്റോക്കും ചെയ്യുന്നുണ്ട്, അവിടെ മെഷീനറി യൂണിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് നമുക്ക് ഏത് സൈസിൽ വേണം നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാം, ഏത് സൈസിനും കൊടുക്കാം. പക്ഷേ നമ്മളത് ട്രാൻസ്പോർട്ടേഷൻ കൂടി കൺസിഡർ ചെയ്യണം. ഒരു കസ്റ്റമൈസേഷൻ്റെ ഒരു ഭാഗമായിട്ടൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇതിൻ്റെ ലേയിങ്. നമ്മൾ സാധാരണ ഈ റൂഫ് ഓട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈസ് അനുസരിച്ച് അതിൻ്റെ പെർലിംഗ് ഡിസ്റ്റൻസ് ഒക്കെ വളരെ വ്യത്യാസം വരാറുണ്ട്. ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ലീക്കേജ് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ ഓടിൻ്റെ കേസിലൊക്കെ വരുമ്പോഴത്തേക്കും. നമ്മുടെ ഈ ഒരു ഷീറ്റ്, അതായത് മെറ്റൽ ഷീറ്റാണ്, ഇത് ലേ ചെയ്യുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ എങ്ങനെ ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അത് ഡിസൈനിങ് പാർട്ടാണ്. ആ ഡിസൈനിങ് പാർട്ട് ആ ഡിസൈനർ തന്നെ ഡിസൈൻ ചെയ്താൽ മാത്രമേ പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ മാനുഫാക്ചർക്ക് ഓരോ ബിൽഡിംഗ് അതിൻ്റേതായ ഡിസൈൻ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്തും അതിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തതിൻ്റെ ഡിസൈനറാണ്. പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഫാക്ടറി സൈഡിൽ നിന്ന് പറയാനുള്ളത്, ഒന്ന്, ഒരിക്കലും സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്ക്രൂ ചെയ്യരുത്. മിക്കവാറും ചില ആൾക്കാർ ചെയ്യുന്ന സ്ക്രൂ ഇവിടെയായിരിക്കും. ഇവിടെയാണ് ഏറ്റവും സ്ക്രൂവിന് അനുയോജ്യ സ്ഥലം. കാരണം ഈ സ്ഥലത്ത് സ്ക്രൂ ചെയ്യുകയാണെങ്കിൽ അത് ജർക്കിങ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ലീക്കേജ് ഉണ്ടാവാറില്ല. പിന്നെ രണ്ടാമത്തെ വിഷയം നിങ്ങൾ പറയുന്നത് വിഡ്ത്ത് ഓഫ് ദി ഗ്യാപ്പ് ഓഫ് ദി പർലിങ്. ഗ്യാപ്പ് ഓഫ് ദി പർലിങ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിസൈനാണ്. അത് നമുക്ക് പർട്ടിക്കുലറായിട്ട് പറയാൻ പറ്റില്ല. അതേസമയം ആ സ്ലോപ്പ് വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. സ്ലോപ്പ് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് വാട്ടർ ഫ്ലോ ഉണ്ടാവില്ല. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ലാസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ എയർ വെന്റിലേഷൻ കാര്യങ്ങൾക്ക് ബാധിക്കും. അവിടെ സ്ലോപ്പ് പ്രോപ്പർ ആയിരിക്കണം, ഡിസൈനിങ് പ്രോപ്പർ ആയിരിക്കണം. അതായത് നമുക്കിപ്പോൾ ഒരു ഇത് ചെയ്യുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ സ്ക്രൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന് ഒരു സ്പെസിഫിക്കേഷൻ പറയാനുണ്ടോ? കാരണം ഇതിനകത്ത് മിക്കവാറും ഇരുമ്പ് സ്ക്രൂ ഒക്കെ ചെയ്യുന്നവർ, അയണിൻ്റെ സ്ക്രൂ ചെയ്യുന്നവരുണ്ടാവും. അതിനങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ പറയാനുണ്ടോ? ഇതിൽ അയൺ സ്ക്രൂ ചെയ്താലുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അയൺ സ്ക്രൂ ഫസ്റ്റ് തന്നെ തുരുമ്പ് പിടിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ആ തുരുമ്പ് ചില സമയത്ത് ഇതിലേക്ക് കാണിക്കാം. അതുകൊണ്ട് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അലൂമിനിയം കോട്ടിങ്ങുള്ള സ്ക്രൂ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി സ്ക്രൂ ഉണ്ട്, സ്റ്റെയിൻലെസ് സ്ക്രൂ അവൈലബിൾ ആണ്, ഫോർജ്ഡ് സ്ക്രൂ അവൈലബിൾ ആണ്, നല്ല നല്ല സ്ക്രൂ അവൈലബിൾ ആണ്, നല്ല ബ്രാൻഡ് സ്ക്രൂ ഉണ്ട്. അത്തരം സ്ക്രൂ ഉപയോഗിക്കാനാണ്. വിത്ത് വാഷർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറേക്കാൾ അത് നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യും. പിന്നെ ഇതിനുള്ള വേരിയേഷൻ എന്ന് വെച്ചാൽ ജർക്കിംഗ് ഒക്കെ പൂർണ്ണമായിട്ട് വാഷറിൽ ഒഴിവാകും. വാഷർ പ്രധാനപ്പെട്ട. പിന്നെ ഒരു കാര്യമായ പോയിന്റ് എന്ന് വെച്ചാൽ ഈ ഡ്രില്ല് ചെയ്തതിന് ശേഷം ഇവിടെ റെസിഡ്യൂ ഉണ്ടാവും. റെസിഡ്യൂ എന്ന് പറയുന്നത് ഡ്രില്ലിംഗ് പൗഡർ. അത് നിർബന്ധമായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ ആ ഡ്രില്ലിംഗ് പൗഡർ കാലക്രമേണ റസ്റ്റിലേക്ക് മാറുകയും അത് റസ്റ്റ് അവിടെ നിലനിൽക്കുകയും അത് റൂഫിംഗ് ഷീറ്റിനെ ബാധിക്കുകയും ചെയ്യാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇവിടെയുള്ള എല്ലാ റെസിഡ്യൂവും ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ വെൽഡർമാർ പുറത്തിറങ്ങിയാൽ ആ റൂഫിംഗ് ഷീറ്റ് കാലകാലം നിൽക്കുന്നതായിരിക്കും. ഇതിലിപ്പോൾ റെസിഡ്യൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് അതിനോട് റിലേറ്റ് ചെയ്യേണ്ട അടുത്ത ചോദ്യത്തിലോട്ട് വരാം. ഇതിലൊക്കെ പ്രധാനമായിട്ട് ഇതിൻ്റെ കളറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സാധാരണ നമ്മളൊരു വീട് വെച്ചാൽ അതിപ്പോൾ ഷീറ്റ് ആയിക്കോട്ടെ ഓടായിക്കോട്ടെ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിനത് ഭംഗി എന്നുള്ളൊരു സംഗതി പ്രധാനമാണ്. എൻ്റെ ഒരു കളർ ഫെയ്ഡിങ്, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് പറയാൻ പറ്റുമോ? ഈ കളർ ഫെയ്ഡിങ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഓക്സിഡേഷൻ പ്രോസസ്സാണ്. കളർ ഫെയ്ഡിങ് എന്ന് പറയുന്നത് അത് എല്ലാ കളറുകളും, ഇപ്പോൾ ഏറ്റവും നല്ല പ്രീമിയം കാറായ മെഴ്സിഡസ് ബെൻസ് ആയാലും ഓഡി ആണെങ്കിലും അത് ഒരു കാലക്രമേണ അത് ചെറിയൊരു കളർ വേരിയേഷൻ, കളർ ഫെയ്ഡിങ് ഉണ്ടാവാം. അതേപോലെ തന്നെ റൂഫിംഗ് ഷീറ്റിന് അതേ രീതിയിലുള്ള കളർ ഫെയ്ഡിങ് നാച്ചുറൽ ഉണ്ടാവും. അല്ലാതെ ഒരു സഡൻ കളർ ചേഞ്ച് ഉണ്ടാവാറില്ല. ഈ കളർ ഫെയ്ഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു പീരിയഡിക്കൽ പ്രോസസ്സാണത്. അതിപ്പോൾ ഈ വർഷം, അടുത്ത വർഷം, ഒരു 15 വർഷം ശേഷം ചെറിയൊരു കുറച്ചും കൂടി കളർ ഫെയ്ഡിങ് കൂടുതലായിരിക്കാം. അതല്ലാതെ ഒരു എക്സ്ട്രാ ഓർഡിനറി കളർ ഫെയ്ഡിങ് ഒന്നും ഓക്സി റൂഫിൽ ഉണ്ടാവാറില്ല. ഓക്സി റൂഫ് ഈസ് നാച്ചുറലി കളർ ഫെയ്ഡിങ് മാത്രമേ ഉണ്ടാവും. ഇത് കുറച്ചും കൂടി കവർ ചെയ്യാൻ വേണ്ടി പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ പിഗ്മെൻറ്റഡ് കളർ റൂഫിംഗ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സാധനമാണത്. അത് നമ്മളിപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച്ഡ് ആണ്, ഓൺ ടെസ്റ്റിംഗ് ആണ്. അത് ഇറ്റ് മേ ബി ലോഞ്ച് കൊമേഴ്ഷ്യൽ വിത്തിൻ 2 months. ഒരുപക്ഷെ നമ്മുടെ ഈ വീഡിയോ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഉടനെ തന്നെ അത് ലോഞ്ച് ചെയ്യുന്നുണ്ടാവും. അത് വരുമ്പോൾ ഇതിപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ ഇട്ട പിറ്റേ ദിവസം കളർ ഫെയ്ഡ് ആവുകയല്ല, നാച്ചുറലി ആയിട്ടുള്ള നാച്ചുറൽ ഫെയ്ഡിങ്, നാച്ചുറൽ പീരിയോഡിക്കൽ ഫെയ്ഡിങ് മാത്രമേ ഉണ്ടാവും. സർ, മെറ്റൽ റൂഫിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ഏറ്റവും അധികം നമ്മൾ തലവേദന ഉണ്ടാകുന്ന ഒരു സംഗതി കൊറോഷനാണ്. ഇതിൽ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നമ്മുടെ കൊറോഷനെ എത്രമാത്രം ചെറുക്കുന്നു, അല്ലെങ്കിൽ കൊറോഷനോടുള്ള ഒരു അപ്രോച്ച് പറയാമോ? ഓക്സി റൂഫ് കൊറോഷൻ ചെറുക്കാൻ വേണ്ടി ഫസ്റ്റ് ചെയ്ത് 150 GSM കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് 150 GSM കവറപ്പ് ചെയ്യാണ്ട് മിനിമം ഒരു 15 വർഷത്തിൽ കൂടുതൽ പിടിക്കും കൊറോഷൻ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ മാർക്കറ്റിലുള്ള 70 GSM മാത്രമേ അവൈലബിൾ ഉള്ളൂ. 70 സാധാരണ മാർക്കറ്റിൽ എല്ലാവരും വിൽക്കാറുള്ളൂ. ചില ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് 40 GSM മാത്രമേ ഉണ്ടാവാറുള്ളൂ. സോ വി ആർ സ്പെസിഫിക്കലി അബൌട്ട് ദാറ്റ് 150 GSM.
അപ്പോൾ നമ്മൾ എല്ലാ പ്രൊഡക്റ്റും ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റ് ബാച്ച് വൈസ് 150 GSM ടെസ്റ്റ് സർട്ടിഫൈഡ് എനി ടൈം ആ ബാച്ചിന് കൃത്യമായി കൊടുക്കുന്നതായിരിക്കും. ഈ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് കയറി പറയുകയാണ്, നമ്മൾ ഏത് പ്രൊഡക്റ്റും ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനി അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു സാധാരണക്കാരൻ്റെ അടുത്തോട്ട് പോകുന്നതാണ്. ഒരാൾ വിശ്വസിച്ച് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സർട്ടിഫിക്കേഷൻ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അതുകൂടെ പറഞ്ഞത്. കാര്യം എപ്പോഴും ഏതൊരു പ്രോഡക്റ്റും അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കൊരു ഇതിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. ഇനി ഇതിൽ സർട്ടിഫിക്കേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു, ഒരു ടെസ്റ്റും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു. ഈ കൊറോഷൻ വരുമ്പോഴത്തേക്കും സാധാരണ സ്ക്രൂവും ഇതിനെയൊക്കെ ബാധിക്കുന്ന ഒരു സംഗതി തന്നെയാണ് അല്ലേ? കൊറോഷൻ റെസിസ്റ്റൻസിന്റെ ഭാഗമാണ് വെൽഡിങ്ങിന്റെ റെസിഡ്യൂ അതൊക്കെ ബാധിക്കും. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ അതിൽ സർട്ടിഫിക്കേഷനിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സർട്ടിഫിക്കേഷനിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം BA സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള എല്ലാ സർട്ടിഫൈഡ്, എല്ലാ സ്പെക്ക്, അതിൻ്റെ പെൻസിൽ ടെസ്റ്റ്, അതിൻ്റെ ഹാർഡ്നെസ് ടെസ്റ്റ്, അതേപോലെ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് ടെസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ സാൾട്ട് വാട്ടർ 1000 hours ടെസ്റ്റ്, അങ്ങനെയൊക്കെ എല്ലാ ടെസ്റ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ അഡീഷണൽ ആയിട്ട് പറയാൻ വെച്ചാൽ സാധാരണ ഗ്യാരണ്ടി എന്ന് പറയുന്നത് വെറുതെ ഒരു ഗ്യാരണ്ടി പരസ്യത്തിൽ മാത്രമല്ല, എല്ലാ പ്രോഡക്റ്റിലും ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് QR കോഡ് സ്കാൻ ചെയ്താൽ ഇമ്മീഡിയറ്റ് നമ്മൾ മൈ ഓക്സി ആപ്പിലേക്ക് കൂടി ഇത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അത് ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് ഓൺലൈൻ നിങ്ങളെ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകിച്ചിട്ട് ഒരു കസ്റ്റമർ കെയറിൽ വിളിക്കേണ്ട ആവശ്യമോ അതല്ലെങ്കിൽ അതുകൊണ്ടിട്ട് നിങ്ങൾ ഡീലർ അപ്രോച്ച് ചെയ്യോ കമ്പനി അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ വിരൽത്തുമ്പിൽ തന്നെ നിങ്ങൾക്ക് മൈ ഓക്സി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് അവൈൽ ചെയ്യാം. അതായത് എപ്പോഴും നമുക്ക് ഈസി ആക്സസിബിൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് നമ്മൾ പറയുന്ന ഗ്യാരണ്ടി വെറുതെ അല്ല എന്നുള്ളതാണ് നമ്മൾ ഇത്. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം പിന്നീട് ഗ്യാരണ്ടിക്ക് വേണ്ടി ആരെയും വിളിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് സ്കാൻ ചെയ്യുക അല്ലേ? QR കോഡ് സ്കാൻ ചെയ്ത് വിട്ടാൽ മാത്രം മതി. അത് എനിക്ക് തോന്നുന്നത് മൈ ഓക്സി എന്നുള്ള ആപ്പ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഒരു ഏർലി സ്റ്റേജാണ്. അധികം ഈ QR കോഡ് സ്കാൻ ചെയ്ത് ഗ്യാരണ്ടി കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻ വളരെ കുറവാണ്. നമ്മളത് ഇൻഹൗസ് ഡെവലപ്ഡാണ്, നമ്മൾ തന്നെ സോഫ്റ്റ്വെയർ സെക്ഷൻ ഡെവലപ്ഡാണ്. സോ വി ആർ പ്രൗഡ് ഓഫ് ടു ബി മൈ ഓക്സി. യെസ്. റൂഫിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനമായിട്ട് നേരിടുന്ന വെല്ലുവിളികൾ, ഒന്ന് ചൂട്, മെറ്റൽ റൂഫിങ്ങിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. 2 സൗണ്ട് ഡാമിങ്ങിൻ്റെ ഇഷ്യൂ, പിന്നെ ഇടിമിന്നലേൽക്കുക എന്നുള്ളത്. ഇതിൻ്റെ മൂന്നിനെ കുറിച്ച് നമുക്കൊന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇത് പറയാൻ പറ്റുമോ, ഒരു ഉത്തരം? ഒന്ന് ചൂട് എന്ന് പറയുന്നത് ഒരു സാധാരണ ഇപ്പം നിങ്ങളിപ്പോൾ ഇപ്പം നിൽക്കുന്നത് റൂഫിംഗ് ഷീറ്റ് തന്നെ നിൽക്കുന്നത് സാധാരണ നോർമൽ ഫീലിംഗ് അല്ലാതെ അതിൽ കൂടുതൽ ചൂട് അനുഭവിക്കില്ല. കാരണം വെയർ ഹൗസ് ഉപയോഗിക്കുകയാണെങ്കിൽ 26 feet അപ്പ് മാത്രമേ വെയർ ഹൗസിൻ്റെ ഹൈറ്റ് ഉണ്ടാവും. അതൊരിക്കലും നിങ്ങൾക്ക് ചൂട് അനുഭവിക്കുന്നില്ല. ആ മെറ്റൽ ചൂടാവുന്നുണ്ടെങ്കിൽ അത് സറൗണ്ടിങ് ചൂടാവുന്നതായിരിക്കില്ല. പിന്നെ വീടുകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻസ് എന്നുള്ളത് നിങ്ങൾക്ക് പിന്നെ ഫോൾ സീലിംഗ് അല്ലെങ്കിൽ വേറെ മറ്റുള്ള രീതിയിലുള്ള പിന്നെ കോട്ടിങ് പിന്നെ പല രീതിയിലുള്ള അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത്ര കോസ്റ്റ് വരും. കാരണം ഒരു 1,500 rupees കൺസെഷൻ പറയും 200 rupees 250 rupees തീരുന്ന കൺസെഷനാണ്. അതിലൊരു 50 rupees അഡീഷണൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ചൂടിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ റിഫ്ലക്ടർ പോലത്തെ പുതിയ പ്രോഡക്ട്സ് ഉണ്ട്. നമ്മളെ ബെയർ ഗാൽവിയം ഓക്സി റൂഫ് സാധനമുണ്ട്. അതാണ് കുറേ കൂടി 30-40% ചൂട് കുറക്കുന്ന പ്രൊഡക്റ്റും ഉണ്ട്. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് അതിനടക്കാൻ ഫോൾ സീലിംഗ് ഇട്ടാൽ ചൂട് കുറയും. പ്രോബ്ലം ഒരു വലിയൊരു വിഷയമല്ല. ഇനി സൗണ്ട് ഡാമിങ്, സൗണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ അല്ലേ? സൗണ്ട് ഉണ്ട്, എന്തായാലും സൗണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, സൗണ്ട് ഉണ്ട്. അത് സൗണ്ട് കുറക്കണമെങ്കിൽ തന്നെ സെയിം ടെക്നോളജി തെർമൽ റാപ്പ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഫോൾ സീലിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ സൗണ്ട് ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ പറ്റും. ഇനി ഇതിനകത്തുള്ള മറ്റൊന്നാണ് ഇടിമിന്നൽ എന്നുള്ളത്. എല്ലാവരും പറയുന്നതാണ്, എല്ലാവരും പക്ഷേ പറഞ്ഞു കേട്ടിട്ടുള്ള സംഗതി ഇതുവരെ മുകളിൽ ഇടിമിന്നൽ ഏറ്റിട്ടുള്ള ചരിത്രമില്ല എന്നുള്ളത്. അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയാൻ സാധിക്കുമോ? ഈ ലൈറ്റ്നിങ് എഫക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് നിലത്തേക്ക് എർത്തിങ്ങിനാണ് ലൈറ്റ്നിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ റൂഫിംഗ് ഷീറ്റ് ഇടുന്ന സ്ഥലത്ത് ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റാണ്. അത് റൂഫിംഗ് ഷീറ്റ് ആണെങ്കിലും RCC ആണെങ്കിലും നിർബന്ധമായിട്ട് അത് എർത്ത് ചെയ്തിരിക്കണം. അതിൽ വേറെ റൂഫിംഗ് ഷീറ്റോ അല്ല RCCയോ അല്ല വേറെ എന്തിനും അതിന് വ്യത്യാസമില്ല. അത് നിർബന്ധമായിട്ട് നിങ്ങളത് എർത്തിങ് ചെയ്തിരിക്കണം. ഇതുവരെ ഏറ്റവും എൻ്റെ അറിവിൽ ഒരു വെയർ ഹൗസോ പോലും പിന്നെ ഈ മെറ്റൽ റൂഫ് ഇട്ടുകൊണ്ട് ലൈറ്റ്നിങ് എഫക്റ്റ് ചെയ്തിട്ടില്ല. ലൈറ്റ്നിങ് എഫക്റ്റ് ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ ദി ഹൈറ്റ് ആൻഡ് എർത്തിങ്. ഓൾറെഡി വാറണ്ടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സാർ പറഞ്ഞ പോലെ 15 വർഷമാണ് നമ്മൾ വാറണ്ടി ക്ലിയർ ചെയ്യുന്നത്. ഇനി മറ്റൊന്ന് സർവീസാണ്. നമ്മുടെ സർവീസിനെ കുറിച്ചുകൂടെ എനിക്കൊന്ന് പറഞ്ഞുതരാം. നമ്മളെ പ്രൊഡക്റ്റ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ പല സൈസുകളിൽ പല തിക്നെസ്സിൽ പല കളറിൽ പിന്നെ ഇമ്മീഡിയറ്റ് സർവീസ് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ കേരളത്തിന് 2ആയി ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് നോർത്ത് സ്റ്റൈൽ കണ്ണൂരും സൗത്ത് തന്നെ സൗത്ത് സെൻട്രലിൽ എറണാകുളം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഇതിനേക്കാൾ വലിയ യൂണിറ്റ് എറണാകുളം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിനകത്തായിട്ടുള്ള സാധന സൗകര്യങ്ങളും പിന്നെ പ്രൊഡക്ഷൻ സൗകര്യങ്ങളും മെറ്റീരിയൽ സൗകര്യങ്ങളും സർവീസ് ചെയ്തുകൊണ്ട് പിന്നെ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് കൃത്യമായി സർവീസ് വിത്തിൻ 24 hours കൊണ്ട് സാധനം എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ വി ആർ ഡെഡിക്കേറ്റഡ് ടു സർവീസ് അറ്റ് എനി ടൈം വിത്തിൻ 24 hours ടു ഓൾ അവർ കസ്റ്റമേഴ്സ് ഓൾ ഓവർ കേരള. ഞാൻ ഇതിനകത്ത് റേറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു
പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ റേറ്റ് ചോദിക്കരുത് എന്നെനിക്കറിയാം. കാരണം ഇത് ഡീലർ പ്രൈസാണ്, ഡീലർ സെഗ്മെൻറ്റിൽ സെല്ല് ചെയ്യുന്നൊരു പ്രൈസാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ക്വാളിറ്റിയും പ്രൈസിനെയും കുറിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് എങ്ങനെ പറയാൻ സാധിക്കും? ഇതിൽ ഫസ്റ്റ് നിങ്ങൾ ചോദിച്ച ചോദ്യം പ്രൈസ് ചോദിക്കരുതെന്നാണ്. നമ്മളെ എല്ലാ ഡീലർമാർക്കും സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, സ്പെസിഫൈഡ് പ്രൈസിൽ കൂടുതൽ വിൽക്കരുത്, അവരുടെ ഇഷ്ടത്തിന് സാധനം വിൽക്കരുത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൈസിൽ വിൽക്കുകയാണെങ്കിൽ അവരുടെ ഡീലർഷിപ്പ് ക്യാൻസൽ ആവും. അതുകൊണ്ട് ആർക്കും ഒരു ലിമിറ്റഡ് കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്യാനുള്ള അധികാരം ഓക്സി ഡീലർമാർക്കില്ല. അപ്പം ഒരു വല്ലാത്ത രീതിയിൽ ഒരു ചീറ്റിംഗ് രീതിയിൽ പ്രൈസ് എടുക്കാൻ ഓക്സി ഡീലർ അനുവദിക്കുന്നില്ല. രണ്ടാമത്തത്, നമ്മളെ പ്രൊഡക്റ്റ് നമ്മളെ ക്വാളിറ്റി നിങ്ങൾ ആ സ്പെസിഫിക് ക്വാളിറ്റി നോക്കിയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പക്ഷേ വെൻ യു ആർ ഗോയിങ് ടു കമ്പയർ വിത്ത് ഇൻഫീരിയർ ക്വാളിറ്റി പ്രൊഡക്റ്റ് അവർ പ്രൈസ് ഈസ് ഹയർ, ബട്ട് ബി ഗിവ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ബൈ ഗിവിംഗ് ദ സ്പെസിഫിക്കേഷൻ. ഇപ്പോൾ നമ്മൾ റൂഫിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രൊഡക്റ്റ് കൂടി ഇരിക്കുന്നുണ്ട്. ഇതൊരു പുതിയ നമ്മളെ സംബന്ധിച്ചുള്ള പുതിയ ഇൻട്രൊഡക്ഷൻ ആണ്. പുതിയ ഷേപ്പാണ്, പുതിയ പ്രൊഡക്റ്റിലുള്ള പുതിയ ഡിസൈനിലുള്ള വാൾ ക്ലാഡിംഗ് ആണ്. ഇപ്പോൾ ഇന്നത്തെ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ പ്രീ എഞ്ചിനീയർഡ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വാളിന് ആവശ്യമായി ഇത് ഇങ്ങനെയും ചെയ്യാം, വെർട്ടിക്കലും ചെയ്യാം, ഒറിസോണ്ടലും ചെയ്യാം, പല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് നിങ്ങളെ ഡിസൈനിങ് മൈൻഡ് സെറ്റ് പ്രകാരം പലതും ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാർ പോർച്ചിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് വെയർ ഹൗസിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിന് പൂർണ്ണമായിട്ടൊരു ഇതിൻ്റെ പേര് ഓക്സി വാൾ എന്നതിൻ്റെ പേര്. അപ്പോൾ ഇത് 100% ഡിസൈൻ ബേസ്ഡ് എന്ത് ബിൽഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു കോമ്പൗണ്ട് വാളിലേക്കൊക്കെ നമുക്ക് കോമ്പൗണ്ട് വാൾ സജസ്റ്റബിൾ ആണ്. കൊറോഷൻ ഇഷ്യൂസ് ഒന്നും നമ്മൾ പറഞ്ഞാൽ അണ്ടർ 50 GSM തന്നെ പ്രൊഡക്ഷൻ എടുക്കുന്നുണ്ട്, കൊറോഷൻ ഇഷ്യൂസ് വരാറില്ല. ഇതിപ്പോൾ നമ്മൾ കണ്ടത് ഒരു ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് എന്ന് പറഞ്ഞ പോലെയാണ്, ഒരു അറ്റം മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെ എന്തൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റ്? അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് വീഡിയോസ് പുറകെ വരുന്നുണ്ട്, എങ്കിലും എന്തൊക്കെയാണല്ലോ എന്ന് പറഞ്ഞാട്ടെ. നമ്മൾ 1970s മുതൽ തുടങ്ങിയ ഒരു ഇൻഡസ്ട്രിയൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. വുഡ് ബേസ്ഡ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം വി ഷിഫ്റ്റഡ് ടു പ്ലൈവുഡ് ഇൻഡസ്ട്രി. ആൻഡ് പ്ലൈവുഡ് ഇൻഡസ്ട്രി ഉണ്ട്, ഫ്ലഷ് ഡോർ ഇൻഡസ്ട്രി ഉണ്ട്, റൂഫിംഗ് ഇൻഡസ്ട്രി ഉണ്ട്, PVC സെക്ഷൻ ഉണ്ട്, വിനീർസ് ഉണ്ട്, ലാമിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അതിലുണ്ട്. ഒരു വീട്ടിലേക്കുള്ള എല്ലാം ഉണ്ടല്ലേ? ഒരു വീട്ടിലേക്ക്. പിന്നെ ഓക്സി ഇൻറ്റീരിയർ വന്നിട്ട് ഇൻറ്റീരിയർ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അത് എറണാകുളം ബേസ്ഡ് ആണ്. സോ നമ്മൾ ഓക്സിയിൽ തന്നെ നമ്മൾ എല്ലാ ഓക്സിയുടെ ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റ് ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആണ്, നോ കോംപ്രമൈസ് ഇൻ ദ ക്വാളിറ്റി. അത് സ്പെസിഫൈഡ് ക്വാളിറ്റി, നമ്മൾ ഡിക്ലെയർ ചെയ്ത ക്വാളിറ്റി തന്നെയാണ്. നമ്മൾ എന്താണോ നിങ്ങളൊരു ഡിക്ലെയർ ചെയ്ത പ്രോഡക്റ്റ് അത് എഴുതിയിട്ട് കൃത്യമായ പ്രൊഡക്റ്റിൽ ഉണ്ടായിരിക്കും. അതിലൊരു വേരിയേഷൻ ഇല്ലാതെ നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാറുണ്ട്. സോ വി ആർ കമ്മിറ്റഡ് ടു ഗിവ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ടു അവർ കസ്റ്റമേഴ്സ് ബൈ ട്രസ്റ്റിംഗ് അസ്. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. കസ്റ്റമേഴ്സ് നേരിട്ട് വിളിക്കുന്നതുകൊണ്ട് വിരോധമില്ലല്ലോ? കസ്റ്റമർ എപ്പോഴും വിളിക്കലാവും സന്തോഷം. എന്താവശ്യമില്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. 24 hours കസ്റ്റമർ കെയർ ഉണ്ട്. സോ വി ആർ ഓൾവേസ് വെൽക്കം എനി കസ്റ്റമർ കോൾ. ഒരു കമ്പനി ഡയറക്റ്റ് അവരുടെ അഡ്വൈസുകൾ എങ്ങനെ ചെയ്യണം എന്നുള്ള അഡ്വൈസുകൾ ഡയറക്റ്റ് കൊടുക്കാനായിട്ട് തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കസ്റ്റമർ കെയർ നമ്പർ ഇട്ടേക്കാം. സാർ, ഇത്രയും കാര്യം, അതായത് എനിക്ക് നല്ല തിരക്കുള്ള മനുഷ്യനാണെന്നറിയാം, പക്ഷേ ഞാനിത് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇതിൻ്റെ ഡയറക്ടേഴ്സിനെ തന്നെ ഉൾപ്പെടുത്താൻ കാര്യം വെച്ചാൽ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് കിട്ടുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നത് ഞാൻ വിചാരിക്കുന്ന സ്റ്റാഫിനേക്കാൾ ഉപരി അതിൻ്റെ ഓണർക്ക് തന്നെയായിരിക്കും. കാര്യം അൾട്ടിമേറ്റായിട്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് നമ്മളായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ സാറിന് ഇതിൽ ഉൾപ്പെടുത്താൻ കാര്യം. ഓക്സി എന്ന് പറഞ്ഞാൽ എൻ്റെ ബേബിയാണ്. അപ്പോൾ ഈച്ചിൻ്റെ ഒരു പ്രൊഡക്റ്റ് വ്യക്തമായി പഠിച്ചിട്ട് മാത്രമേ ഒരു പ്രൊഡക്റ്റ് എല്ലാ പ്രൊഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. എല്ലാ പ്രൊഡക്റ്റിൻ്റെ ടെക്നിക്കൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് പറയാനുള്ള അത് കൃത്യമായിട്ട് നോളജ് എനിക്കുണ്ട്. നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ചോദിച്ചാലും അതിൻ്റെ തിക്നെസ്, അതിൻ്റെ സ്പെക്ക്, അതിൻ്റെ സ്ട്രെങ്ത്ത്, അതിൻ്റെ എന്തെല്ലാം, അതിൻ്റെ കോട്ടിങ്, എന്തൊക്കെയാണോ ചോദിച്ചാൽ അതെല്ലാം മറുപടി ഞാൻ എനി ടൈം ഐ ആം ഏബിൾ. സോ ബിക്കോസ് ഞാൻ ഓരോ പ്രൊഡക്റ്റ് ഇറക്കുന്നത് കൃത്യമായി പഠിച്ചിട്ടാണ് ഇറക്കുന്നത്. സോ ഐ ആം ഹാപ്പി. അപ്പോൾ സാർ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. സാധാരണഗതിയിൽ നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും എല്ലാവർക്കും സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവട്ടെ, ആ സംശയങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് വിളിക്കാം. ഇനി ഇതുപോലുള്ള മികച്ച വീഡിയോസ് നമ്മൾ ചെയ്യും. അങ്ങനെയുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.